Hello, hi. I'm Naisi with Nice Taxman. അപ്പോഴേ കാക്ക ഈ ചുള്ളിക്കമ്പും പറക്കി പോകുന്ന പോലെ ഞാനിതേ ഒരു കഷ്ണം അലോവേര ഇതേ അവിടെ നിന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതും പൊന്തിച്ചു പിടിച്ച് നിൽക്കുന്നത് എന്തിനാന്നല്ലേ? അപ്പൊ ഇത് കണ്ട വഴിക്ക് നിങ്ങൾ ആരും സ്കിപ്പ് ചെയ്യൊന്നും വേണ്ട കേട്ടോ. കാരണം ഇത് അലോവേര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ തോന്നുന്ന കാര്യം എന്താ? സൗന്ദര്യവർദ്ധക വസ്തു. അതായത് നമ്മുടെ ചർമ്മ സംരക്ഷണത്തിനും മുടിയുടെ സംരക്ഷണത്തിനും ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സംഭവം. അത്രയാണ് പെട്ടെന്ന് അലോവേരനെ കാണുമ്പോൾ എല്ലാവർക്കും ഓർമ്മ വരുന്നത്. എന്നാൽ പുരുഷന്മാർക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു അസുഖത്തിന് ഉപയോഗിക്കുന്ന ഒരു ഔഷധം കൂടിയാണ് അലോവേര. പുരുഷന്മാരിൽ കാണുന്ന പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വീക്കത്തിന് ഈ അലോവേരയുടെ ജ്യൂസ് വളരെ നല്ല ഒരു ഔഷധമാണ്. ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വീക്കം എന്താന്ന് ഞാൻ എക്സ്പ്ലെയിൻ ഒന്നും ചെയ്യുന്നില്ല, പക്ഷെ അനുഭവിച്ചവർക്ക് അറിയാം അതിന്റെ പെയിന് എന്താന്ന്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഈ അലോവേരയുടെ ഈ ജെല്ലുണ്ടല്ലോ, ഇതിന്റെ ഉള്ളിലുള്ള ജെല്ല് വെച്ചൊരു ജ്യൂസ് ഉണ്ടാക്കി കുടിക്കുകയാണെങ്കിൽ അതൊരു നല്ല ഔഷധമാണ്. അലോവേരയുടെ ജ്യൂസ് ഒട്ടനവധി രോഗങ്ങൾക്ക് നമുക്ക് നല്ലതാണ്. നമ്മളുടെ വയറ്റിൽ ഇപ്പൊ നമ്മൾ പലരെയും കാണുമ്പോ നിനക്ക് എന്നിട്ട് കൃമികടി ഉണ്ടോ എന്നൊക്കെ ചോദിക്കില്ലേ? ആ കൃമികടി അവരെ കളിയൊക്കെ നമ്മൾ ചോക്കുന്നതാണെങ്കിലും അതൊരു വല്ലാത്തൊരു വിഷയമാണ്. അപ്പൊ കൃമികടി ഉള്ളവർക്ക് അലോവേര വളരെ നല്ലതാണ് കേട്ടോ. ഇത് ഞാൻ പറഞ്ഞതല്ല കേട്ടോ, വിവരമുള്ള ആളുകൾ പറഞ്ഞിട്ടുള്ളതാണേ. പിന്നെ അതുപോലെ നമ്മുടെ ത്വക്ക് രോഗത്തിന് നല്ലതാണ്, രക്തശുദ്ധീകരണത്തിന് നല്ലതാണ്. അപ്പൊ പ്രമേഹ രോഗികൾക്ക് രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കാൻ വേണ്ടി അതിരാവിലെ എന്നല്ല, വെറും വയറ്റിൽ നമ്മൾ അലോവേരയുടെ ജെല്ല് കൊണ്ടുള്ള ജ്യൂസ് കുടിക്കുകയാണെങ്കിൽ, വെള്ളം കൂട്ടി നമ്മൾ വെറും വയറ്റിൽ കഴിക്കുകയാണെങ്കിൽ ആ പഞ്ചസാരയുടെ അളവ് ക്രമീകരിക്കാൻ അത് ഒത്തിരി സഹായകമാണ്. അതുപോലെ സ്ത്രീകൾക്ക് വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ക്യാൻസറാണ് ബ്രസ്റ്റ് ക്യാൻസറും ഗർഭാശയ ക്യാൻസറും. അപ്പൊ ഇത്തരത്തിൽ ക്യാൻസർ വന്നവർക്കും അത് വരാതിരിക്കാനുള്ള പ്രിക്കോഷൻസ് ആയിട്ടും നമുക്ക് കറ്റാർവാഴയുടെ ഈ ജ്യൂസ് കുടിക്കുന്നത് വളരെ നല്ലതാണ്. അതേപോലെ തന്നെ നമ്മുടെ പെൺമക്കളിലും അതുപോലെ സ്ത്രീകളിലും ഹോർമോണിന്റെ ബാലൻസിങ്, അതിലുള്ള പ്രവർത്തനത്തിലുള്ള വ്യത്യാസം ധാരാളം ഇന്ന് ഉള്ള വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു വിഷയമാണ് സ്ത്രീകളുടെ ഹോർമോണിന്റെ ബാലൻസിങ് കറക്റ്റ് അല്ലാതിരിക്കുക. അതുമൂലം പൊണ്ണത്തടി ഉണ്ടാകുക, അതുപോലെ തന്നെ മെൻസസിന്റെ പീരിയഡ്സിന്റെ ആ കാലയളവുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വരിക, അതിന്റെ വ്യത്യാസം വരിക, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമ്മുടെ കറ്റാർവാഴ വളരെ നല്ലൊരു ഔഷധമാണ്. അതേപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ കുഴിനകം കുത്തുക. അപ്പൊ ഈ കുഴിനകം കുത്തുന്ന കാര്യത്തിന് നമ്മളെ കറ്റാർവാഴയുടെ ജെല്ലും പച്ചമഞ്ഞളും കൂടി അരച്ച് ആ കുഴിനകം കുത്തുന്ന ആ നഖം ഉണ്ടല്ലോ, ആ നഖത്തിൽ കെട്ടിവെക്കുകയാണെങ്കിൽ ഒരാഴ്ച കൊണ്ട് നമ്മുടെ കുഴിനകം കുത്തൽ മാറി പുതിയ നഖം വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ ഒട്ടനവധി ഗുണങ്ങളാണ് നമ്മള് ഒട്ടും വില വയ്ക്കാത്ത ഈ കറ്റാർവാഴയ്ക്ക് അഥവാ അലോവേരയ്ക്ക് ഉള്ളത്. അത് നമുക്ക് സൗന്ദര്യത്തിന് വേണ്ടിയിട്ടും നമ്മൾ ഫേസ് ഒക്കെ ഒന്ന് സ്ക്രബ് ചെയ്യാൻ വേണ്ടിയിട്ട് കറ്റാർവാഴയുടെ ഒരു പീസ് കട്ട് ചെയ്ത് അതിൻ്റെ ഉള്ളിൽ കുറച്ച് അരിപ്പൊടി ഇട്ട് നമ്മൾ സ്ക്രബ് ചെയ്യണമെങ്കിൽ സ്കിന്നിന് നല്ല ഗ്ലോയും അതുപോലെ നല്ലൊരു സ്ക്രബായിട്ടും അത് വർക്കിംഗ് ആണ്. അതുപോലെ ഒത്തിരി ഗുണങ്ങളുള്ള കറ്റാർവാഴ നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് വെച്ച് പിടിപ്പിക്കാവുന്നതാണ്. കൊച്ചു കൊച്ചു പാത്രങ്ങളില്, ചാക്കുകളിലൊക്കെ നമുക്ക് ഈ കറ്റാർവാഴനെ വെച്ച് പിടിപ്പിക്കാവുന്നതാണ്. നമ്മൾ പുറത്തുനിന്ന് മേടിക്കാനും നമുക്ക് കിട്ടും. പക്ഷെ എന്തിനാ നമ്മൾ പുറത്തുനിന്ന് മേടിക്കുന്നത്? നമ്മുടെ വീട്ടിൽ നമുക്ക് വെച്ച് വളർത്തി അതിൽ നിന്ന് നമുക്ക് ഇടയ്ക്കൊക്കെ നമ്മളിങ്ങനെ കേൾക്കുന്ന കാര്യങ്ങൾ ഒരു ചെവി കൂടെ കേട്ട് മറ്റൊരു ചെവി കൂടെ വിട്ട് കളയരുത്. നമ്മുടെ വീട്ടിൽ നമുക്ക് തയ്യാറാക്കുന്ന ഇത്തരം നല്ല ഔഷധങ്ങൾ, അതേപോലെ പൊള്ളലേറ്റാലും ഈ കറ്റാർവാഴയുടെ ജെല്ല് വളരെ നല്ലതാണ്. അപ്പൊ ഇത് നമ്മളെ തന്നെ വെച്ച് പിടിപ്പിച്ച് നമ്മളുടെ മക്കൾക്കും നമ്മളുടെ വീട്ടിലുള്ളവർക്കും എപ്പോഴെങ്കിലും ഒക്കെ ഇങ്ങനെ ഒരു വീഡിയോ കാണുമ്പോൾ അതൊന്ന് തയ്യാറാക്കി കൊടുക്കുകയാണെങ്കിൽ ഇത്രയും ഔഷധ ഗുണമുള്ള ഒരു സംഭവം മറ്റൊന്നും ഉണ്ടാവില്ല. ഇത്രയും ഔഷധ ഗുണങ്ങളുള്ള നമ്മുടെ കറ്റാർവാഴ പ്രകൃതി തന്നെ നമുക്ക് ഒരു ഔഷധ ഗുണമുള്ള ഒരു മെഡിസിനൽ പ്ലാന്റ് നമുക്ക് തരുമ്പോൾ ഒട്ടനവധി രോഗങ്ങൾക്ക് അത് പ്രതിവിധിയായിരിക്കുമ്പോൾ നമുക്ക് തന്നെ അത് നമ്മളുടെ വീട്ടിൽ വെച്ച് പരിപാലിച്ച് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പൊ ആ കറ്റാർവാഴയുടെ ജ്യൂസ്, കയ്പില്ലാത്ത കറ്റാർവാഴയുടെ ജ്യൂസ് എങ്ങനെയാ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് കാണാം. കറ്റാർവാഴയുടെ ജ്യൂസ് തയ്യാറാക്കാൻ വേണ്ടി നമ്മൾ ഒരു തണ്ട് ഇങ്ങനെ മുറിച്ചെടുക്കുകയാണ്.
മുറിച്ചെടുത്ത ശേഷം അതിൽ നിന്ന് ഒരു ദ്രാവകം, മഞ്ഞ കളറിലുള്ളൊരു ദ്രാവകം ഉണ്ട്, നമ്മൾ എടുക്കാൻ പാടില്ല, അത് വിഷാംശമാണ്. അപ്പോൾ അത് നമ്മൾ കളയാൻ വേണ്ടിയിട്ട് ഏകദേശം ഒരു 20 മിനിറ്റോളം ഇതേപോലെ കറ്റാർവാഴ കുത്തിച്ചാരി വെക്കണം. 20 മിനിറ്റിന് ശേഷം നമ്മളതെടുത്ത് വാഷ് ചെയ്യാനായിട്ടൊരു വെള്ളത്തിലിട്ടു. അതിനുശേഷം വാഷ് ചെയ്തെടുത്ത അലോവേരയുടെ 2 സൈഡിലുള്ള മുള്ളുകൾ നമ്മൾ ക്ലീൻ ചെയ്തെടുക്കുകയാണ്, കട്ട് ചെയ്ത് കളയുകയാണ്. അങ്ങനെ കട്ട് ചെയ്ത് കളഞ്ഞ സൈഡ് കട്ട് ചെയ്ത് കളഞ്ഞ അലോവേരയുടെ സെൻറ്റർ ഭാഗം നമ്മൾ കത്തി കൊണ്ട് നേരെ പിളർക്കുകയാണ്. അങ്ങനെ പിളർത്ത ആ കറ്റാർവാഴയിൽ നിന്ന് നമ്മൾ സ്പൂൺ വെച്ചിട്ട് നമുക്ക് സ്കൂപ്പ് ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ ഫ്ലഷ് ഇളക്കി മാറ്റാവുന്നതാണ്. അപ്പോൾ ഈ സ്കൂപ്പ് ചെയ്ത ഫ്ലഷ് നമ്മൾ ഒന്നും കൂടി ക്ലീൻ ആവാൻ, അത് കനപ്പും കാര്യങ്ങളും ഒന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് സ്കൂപ്പ് ചെയ്ത ഫ്ലഷ് നമ്മൾ വീണ്ടും ഒരു നല്ല വെള്ളത്തിൽ വീണ്ടും നമ്മൾ വാട്ടറിലിട്ട് വാഷ് ചെയ്യാണ്. വാഷ് ചെയ്ത് അങ്ങനെ എടുത്ത അലോവേരയുടെ ജെല്ലാണ് ഇപ്പോൾ ഈ കാണുന്നത്. ഇതിൽ തൊലിയുടെ അംശമൊന്നുമില്ല. ഇത് നമ്മൾ വീണ്ടും ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം ഒരു ചെറിയ കഷ്ണം ജിഞ്ചർ ചെറിയ പീസുകളാക്കി നമ്മൾ അതിലിട്ട് കൊടുക്കുന്നു. പിന്നെ വേണ്ടത് നമുക്ക് ലെമണാണ്. നമ്മളിതിലേക്ക് തണുത്ത 2 ഗ്ലാസ് അലോവേര ജെൽ ജ്യൂസാണ് ഉണ്ടാക്കുന്നത്. അതിനായി 2 ഗ്ലാസ് വാട്ടർ നമ്മൾ അളന്നൊഴിക്കുകയാണ്. അതിനുശേഷം അത് നന്നായി മിക്സിയുടെ ജാറിൽ അടിച്ചതിന് ശേഷം നമ്മൾ അരിച്ചെടുക്കുകയാണ്. നമ്മൾ കുടിക്കുമ്പോൾ നമുക്ക് അസ്വസ്ഥത ഇല്ലാതിരിക്കാൻ, വായിലൊന്നും തടയാതിരിക്കാൻ അരിച്ചെടുത്ത ഈ അലോവേര ജ്യൂസിലേക്ക് നമ്മുടെ ലെമൺ, 2 പൊളി ലെമൺ, അതായത് 1 ലെമൺ, 2 ഗ്ലാസ് ആയതുകൊണ്ട് 1 ലെമൺ, അത് നമ്മളതിലേക്ക് പിഴിഞ്ഞൊഴിച്ചു. പിന്നെ ഇതൊരു ഹെൽത്തി ഡ്രിങ്ക് ആയതുകൊണ്ട് നമ്മൾ തേനാണ് യൂസ് ചെയ്യുന്നത്, ഷുഗർ യൂസ് ചെയ്യുന്നില്ല. അത് നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ കുടിക്കാനായിട്ട് നമ്മുടെ ഗ്ലാസ്സിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ നമ്മൾ അതിലേക്ക് അല്പം കസ്കസ് കൂടി തയ്യാറാക്കി വെച്ചായിരുന്നു. അത് കാണാനൊരു ഭംഗിക്ക് വേണ്ടി മാത്രമാണ്. പിന്നെ തണവിന് വേണ്ടി ഐസ് ക്യൂബും നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. തണവുണ്ടാകുമ്പോൾ നമുക്കത് കുടിക്കാനൊരു നല്ല ടേസ്റ്റ് ഉണ്ടാവുമല്ലോ. ഇതിന് പ്രത്യേകം ഒരു ബാഡ് ടേസ്റ്റോ അല്ലെങ്കിൽ വേറൊരു കുത്തോ അങ്ങനെ ഒന്നുമില്ല. നമ്മൾ സാധാരണ ലെമൺ ജ്യൂസ് കുടിക്കുന്നത് പോലെ തന്നെയാണ് ഇത് കുടിക്കുമ്പോൾ ഉള്ളത്. അപ്പോൾ ഇത്രയും ഗുണകരമായൊരു ജ്യൂസ്, ഇത്രയും ഔഷധ ഗുണങ്ങളുള്ളൊരു ജ്യൂസ് നമുക്ക് കുടിക്കാനായിട്ട് യാതൊരു വക ബുദ്ധിമുട്ടുമില്ല. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഇത് ഉണ്ടാക്കി തയ്യാറാക്കി കുടിക്കാവുന്നതാണ്. അപ്പോൾ പതിവ് പോലെ നമ്മുടെ സോളമൺ ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. പിന്നെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു. എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും വരും വരേക്കും. ബൈ.